ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആകാശ് അവിടെ ഇരിക്കുന്നതാണ് ആദ്യം തിരിച്ചു വരുമ്പോ കാണുന്നത് കേട്ടോ. ആകാശങ്ങൾ എന്തോ ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞു പോയില്ലേ? ഇല്ലട മോനെ, അതെ ക്യാൻസൽ ആയി പോയി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ആദ്യം ആകാശിനൊന്ന് നോക്കാണ്. ശേഷം മുകളിലേക്ക് പോകുന്നുണ്ട്. ആകാശം മനസ്സ് വിചാരിക്കാണ്, ഇവനെന്തോ സംശയമുള്ള പോലെ ഉണ്ടല്ലോ എന്തെങ്കിലും വിചാരിക്കാണ്. ആദ്യം മുകളിൽ കയറാൻ പോണ സമയത്താണ് രചന ആകാശിനോട് പറയാട്ടോ, ശേ ഞാൻ ഇന്ന് സുമി ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചത്, പക്ഷെ അവൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആകാശ് ചോദിക്കണ്ടല്ല, അവള് എവിടെ പോയി നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, അവള് സാധാരണ പറയുന്നതാണ് പക്ഷെ പറഞ്ഞില്ല എന്ന് പറയാണ്. എങ്കിലും നീ അവൾക്കൊരു മെസ്സേജ് അയച്ചു നോക്ക്, അപ്പൊ അറിയാലോ എന്ന് പറയണം. അപ്പൊ ഇത് ആദ്യം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ മുകളിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. രചന ഫോൺ എടുക്കുമ്പോഴേക്കും ആകാശിനോട് പറയണ്ട, ദേ സുമിയുടെ മെസ്സേജ് കിടപ്പുണ്ടല്ലോ, വലിയ മെസ്സേജ് ആണല്ലോ അവൾ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രചന ആ മെസ്സേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ആകാശം മനസ്സ് വിചാരിക്കണം, മരം മണ്ടി, സുമിയുടെ മൊബൈലിൽ നിന്ന് ഈ മെസ്സേജ് അയച്ചത് ഞാനാണെന്ന് ഇവർക്കറിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ആകാശ് കേട്ടോ. രചന മെസ്സേജ് വായിക്കാനായിട്ട് പറയണ്ട, ആകാശ് അവള് ഗൾഫിലേക്ക് പോയെന്നാ എഴുതിയിരിക്കുന്നത്. ഗൾഫിലേക്കോ? അതെ, ഇവിടത്തെ ജീവിതം മതിയായി, ഇനി ഗൾഫിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയത്. അവളുടെ കമ്പനി വീണ്ടും അവളെ വിളിച്ചു കാണുമായിരിക്കും, അതായിരിക്കും അവള് പോയത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? താനെന്തോ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും താൻ അറിയാത്ത രഹസ്യം ഇല്ലെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്തായി? അത് മാത്രല്ല, ഗൾഫില് ആരുമായിട്ട് അവൾക്ക് റിലേഷൻ ഉണ്ടെന്ന്, അയാളുടെ അടുത്തേക്ക് പോകുന്നു അവള് എഴുതിയിരിക്കുന്നത് മെസ്സേജില്. കണ്ടോ, താൻ എല്ലാ രഹസ്യങ്ങളും അവളോട് പറയായിരുന്നു, പക്ഷെ അവളും പറയാൻ പാടാത്ത കാര്യങ്ങളൊന്നും തന്നോട് പറയാറില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാലും അവൾ എന്താ പറയാതെ പോയി കളഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും, എടോ താനൊരു കാര്യം ചെയ്യ്, അവളെ വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രചന ഫോൺ വിളിക്കാണ്. അയ്യോ, മെസ്സേജ് ഡെലിവേർഡ് ആവണില്ല, ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അവള് ചിലപ്പോ സിം മാറ്റി കാണും. സുമി പറഞ്ഞിട്ട് താൻ എന്തൊക്കെയാ ചെയ്തത്? പോലീസ് കസ്റ്റഡിയിലാവാത്തത് ഭാഗ്യം. അവൾ ഇനി അവളുടെ വഴിക്ക് വിട്ടേക്ക്, തനിക്ക് അങ്ങനത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ അന്വേഷിച്ചു വന്നിട്ടേ ഇല്ലെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ എന്ന് ആകാശ് പറയാണ്. അത് കേട്ട് ആദ്യ സംശയത്തോട് വേഗം റൂമിലേക്ക് പോയതിനു ശേഷം മഹേഷിന് ഫോൺ വിളിക്കാണ്. മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ മോനെ, നീ വീട്ടിലെത്തിയോ? എത്തി ഡാഡി. ഡാഡി, ഞാൻ വന്നപ്പോഴേക്കും ആകാശങ്ങൾ ഇവിടെ ഉണ്ട്. മമ്മീന്റെ ആകാശങ്ങൾ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുമിയാന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സുമിയാന്റി ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോ മഹേഷിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. ശേഷം മഹേഷ് പറഞ്ഞു, മോനെ അത് കുഴപ്പമില്ല, നീ അവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട. അറിയാലോ ആകാശിന്റെ സ്വഭാവം, നീ ഇനി അധിക ദിവസം അവിടെ ഇല്ലല്ലോ, ഇങ്ങോട്ട് വരുവല്ലേ. അതുകൊണ്ട് ആകാശ് അവരെ മുഷിപ്പിക്കാൻ നിൽക്കുന്നുണ്ട. വേറൊന്നുമല്ല, നിന്നെ അവൻ ഉപദ്രവിക്കും, അതോർത്തിട്ടാ ഡാഡി ഇങ്ങനെ പറയണത്. അതുകൊണ്ട് ആകാശ് എന്താ ചെയ്തോട്ടെ, അവന് രഹസ്യ സ്വഭാവമുള്ള കാര്യമാണെന്ന് നിനക്ക് അറിയാലോ. ശരി ഡാഡി, ഞാനൊന്നും ഇടപെടുന്നില്ല. ശരിയെങ്കിൽ മോനെന്നാ കുളിച്ച് ഫ്രഷ് ആയിട്ട് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഫോൺ വെക്കാണ്. അവിടേക്ക് ആകാശ് വരുന്നുണ്ട്. ആരെയാ നീ വിളിച്ചത്? അത് ഡാഡി എന്നെ വിളിച്ചായിരുന്നു. നിന്റെ ഡാഡി നിന്നെ വീണ്ടും കിട്ടണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്, നിനക്കറിയാലോ അല്ലേ? അറിയാം, പക്ഷെ നിന്റെ ഡാഡിക്ക് അറിയില്ലല്ലോ നീ പോവില്ലെന്ന്, നീ നിന്റെ മമ്മീനെ വിട്ടു പോവില്ലെന്ന് അവനറിയില്ലല്ലോ. മണ്ടൻ. നമ്മള് ചിപ്പിക്ക് വേണ്ടി ഒരു പരാതി കൊടുത്തപ്പോ അവൻ നിനക്ക് വേണ്ടി ഒരു പരാതി കൊടുത്തിരിക്കുക. പക്ഷെ നീ നിന്റെ മമ്മീനെ വിട്ടു പോയെന്ന് ആകാശങ്ങൾ നന്നായിട്ട് അറിയില്ലേ? പോവാങ്കിൽ നീ എപ്പോഴേ പോയാനെ അല്ലേടാ മോനെ എന്ന് പറയുമ്പോ വിട് എന്ന് ആദ്യം പറയാണ്. എന്താടാ ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിന്റെ അനിയത്തി ചിപ്പി എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വരും. ഇഷിത ഒന്ന് പ്രസവിക്കട്ടെ. ഇഷിത പ്രസവിച്ചു കഴിഞ്ഞാലേ ആ കുഞ്ഞിനെ ആയിരിക്കും ഇഷിതക്ക് ഏറ്റവും വലുത്. നിന്റെ അനിയത്തിനെ അവള് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവിടുത്തെ വേലക്കാരത്തിന്റെ സ്ഥാനമാവും ചിപ്പിമോൾക്ക് എന്ന് ആകാശ് പറയുമ്പോ ആദ്യം പറയുന്നുണ്ട്, അതെ അങ്കിളെ, ഇതൊക്കെ അങ്കിള് അവളോട് പറഞ്ഞ കാര്യങ്ങളല്ലേ, ഇതൊക്കെ അങ്കിൾ എന്തിനാ എന്നോട് പറയണത്? അല്ല, ഞാനിപ്പോ പറയുമ്പോൾ നിനക്ക് കുട്ടിക്കളിയായിട്ടൊക്കെ തോന്നും, പക്ഷെ എല്ലായിടത്തും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും കാര്യം പിന്നെ കുഞ്ഞുവാവകൾക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് മൂത്ത കുട്ടികൾക്കൊന്നും താല്പര്യക്കുറവുണ്ടാവും. പറഞ്ഞ് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. ശരി, എന്നാ നീ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോകാണ്. ആദ്യം ഇങ്ങനെ ഇയാളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആകാശ് നേരെ പുറത്തേക്ക് പോയിട്ട് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് മഞ്ജുമേനെ വിളിക്കാൻ വേണ്ടി തുടങ്ങാട്ടോ. മഞ്ജുമാണെങ്കിൽ രാത്രി കണ്ണാടിയുടെ മുമ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗന്ദര്യത്തിന് ഒരു മങ്ങല് സംഭവിച്ചു. സൗന്ദര്യമൊക്കെ നോക്കുന്നത് എന്തിനാണ്? ആരും ഇല്ലല്ലോ എന്നെ നോക്കാനായിട്ട്. ഇഷിത പ്രസവിക്കാൻ വേണ്ടി പോവാണ്. പ്രസവം കഴിഞ്ഞാൽ അവളുടെ സൗന്ദര്യം ഇരട്ടിക്കും, അവള് നല്ല കളറും വെക്കും. അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മഞ്ജുമ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കോള് വരുവാണ്. ആ കോള് ആകാശ് മേനോണെന്ന് മഞ്ജുമ കാണുന്നുണ്ട്. ആകാശ് മേനോന്റെ കോളാണല്ലോ. ഇയാളെ മുമ്പ് എപ്പോഴും വിളിച്ചപ്പോ നമ്പർ സേവ് ചെയ്തതാ. അറിയാത്ത പോലെ ഫോൺ എടുക്കാം. ഹലോ, ആരാ? മഞ്ജുമയല്ലേ? മഞ്ജുമയൊക്കെ തന്നെയാ. ഇതാരാന്ന് പറ. അതെ, ഞാൻ ആകാശ് മേനോനാ. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? അതെ, എനിക്ക് മഞ്ജുമേനത്ത് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട. ഒരു പ്രാവശ്യം കൈലാസേട്ടനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചതല്ലേ? എന്റെ മഞ്ജുമയെ, കൈലാസിനെ പറ്റിച്ച് ജീവിക്കാനാണ് താല്പര്യം. ഞാൻ അവന് എത്രമാത്രം സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്.
അവന് അതൊന്നും വേണ്ട, പറ്റിച്ച് ജീവിക്കാനാണ് അവന് താല്പര്യം. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മഞ്ജുമേ? ദേ ഇപ്പൊ ഞാൻ മഞ്ജുമക്ക് ഗുണമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ വിളിച്ചത്. എനിക്ക് ഗുണമുള്ളത് എന്ത് കാര്യം? അതെ, ഞാൻ പറയുന്ന പോലെ മഞ്ജുമ ഇഷിത എടുത്ത് പറയണം. എന്താ അത്? അല്ല, ഇഷിത ഇതാവുന്നത് മഞ്ജുമക്ക് താല്പര്യമുള്ള കാര്യമല്ലേ? ഇഷിത നന്നാവാത്തത്. അതെ, അവള് നന്നാവണമെന്ന് എനിക്ക് പിടിക്കില്ല. എങ്കിലേ ഞാൻ പറയുന്ന പോലെ മഞ്ജുമ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഇത് ഞാൻ ചെയ്തോളാം. എങ്കിൽ മഞ്ജുമക്ക് കിട്ടാനുള്ള പ്രതിഫലം മഞ്ജുമ വിചാരിക്കാത്തൊരു തുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോം വെക്കാണ്. ശേഷം മഞ്ജുമ എടി ഇഷിതയെ നിന്ന് ഞാൻ തകർക്കും എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ റൂമിലേക്ക് പോവാണ്. ഇഷിത ആ സമയത്ത് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കായിരിക്കും കേട്ടോ. ഇഷിത ചോദിക്കുന്നുണ്ട്, ഇഷിതേ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്ത് ചെയ്യാ? ഞാൻ ചെയ്യേണ്ടത് മഞ്ജുമച്ചി കണ്ടില്ലേ? കണ്ടു. അല്ല, ആദിക്ക് വേണ്ടിട്ട് കോടതിയിൽ പരാതി കൊടുത്തിരുന്നല്ലേ? കൊടുത്തിരുന്നു. അല്ല, ആദിച്ചക്കൻ ഇങ്ങോട്ട് വരുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അവനൊരു വൃത്തികെട്ട ചെക്കന്. പറയുമ്പോ മഹേഷിന്റെ മോൻ തന്നെയാണ്, പക്ഷെ മൂത്തോർത്ത് ഒരു ബഹുമാനവുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അവന് ഇഷ്ടമല്ല കേട്ടോ. ചിപ്പിനെ പോലെ അല്ല അവൻ, ഒരു തലതെറിച്ച ചെക്കൻ. വീട്ടിൽ നിൽക്കുന്നോണ്ടായിരിക്കും ആകാശിന്റെ ഏറെ കുറെ സ്വഭാവമൊക്കെ അവനുണ്ട്. പിന്നെ രചന പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം അറിഞ്ഞത്. എന്താ? അതെ, ആദിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ നിനക്കൊരു കുഞ്ഞു ജനിക്കുന്നില്ല, അവനൊട്ടും താല്പര്യമില്ല. അവനോടുള്ള മഹേഷിന്റെ സ്നേഹം കുറയുമെന്ന് വെച്ചിട്ടാണ്. എന്നാ ആദി നിങ്ങളടുത്ത് പറഞ്ഞോ? എന്നോട് പറഞ്ഞില്ല, രചന എടുത്ത് പറഞ്ഞതാണ്. ഞാൻ ഈ പറഞ്ഞത് സത്യം തന്നെയാ. നിനക്ക് കേൾക്കുമ്പോ എന്നാണോ പറഞ്ഞതായിട്ടൊക്കെ തോന്നും. ഇഷിത പറയണ്ട്, ഇങ്ങനത്തെ ഇത്രയും വലിയ ബുദ്ധി മഞ്ജുമശയുടെ തലയിൽ ഉദിക്കില്ല. ഇതാരും മഞ്ജുമശയോട് പറയാൻ പറഞ്ഞിട്ട് എന്നോട് വന്ന് പറയല്ലേ? അയ്യോ ഇഷിതേ, എനിക്ക് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. ഞാനുള്ള കാര്യമോ പറഞ്ഞത്. പിന്നെ നിന്റെ കുഞ്ഞ് അതൊരു പൊടി കുഞ്ഞാണ്. അതിനോട് പിള്ളേർ എന്ത് ദ്രോഹം ചെയ്ത ഞാൻ തന്നെ കണ്ടിരിക്കണ്ടേ? എത്രയോ സിനിമകളിലൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നു. അത് മൂത്ത പിള്ളേരുടെ ഒരു പ്രശ്നമാണെന്നേ. ഇളയ പിള്ളേർ വന്നു കഴിഞ്ഞാൽ സ്നേഹം മുഴുവൻ അവർക്ക് പോകോ, തങ്ങൾക്ക് സ്നേഹം കിട്ടില്ലേ എന്നൊക്കെ ഒരു വിചാരമാണ് അവർക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിന്നെല്ലാം നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജും അവിടെ പോവാണ്. അത് കേൾക്കുമ്പോൾ ഇഷിത മുഖം ഒന്ന് മാറിയിട്ട് ഇഷിത അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാധവിനെയാണ്. മാധവ് ഉറങ്ങുകയാണ്. അത് ആ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ തന്നെയാണ് കേട്ടോ. അവിടേക്ക് മനസ്സിന് വരുവാണ്, മോനെ മാധവേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ മാധവ് കണ്ണുറക്കാണ്. നിങ്ങൾ ഇവിടുന്ന് പോ എന്ന് പറയുമ്പോ മാധവി, ഞാൻ നിന്റെ അമ്മയല്ലേ? അമ്മയോ? നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? ഇപ്പത്തെ കാലത്തെ പിള്ളേരെ കഴുത്തിന് നരച്ചുകൊണ്ട അമ്മമാരുണ്ട്. പിന്നെ പിള്ളേരെ റോട്ടിൽ വലിച്ചിടുന്നതും കുളത്തിൽ വലിച്ചിടുന്നതും കുറെ അമ്മമാരുണ്ട്, പറ്റിട്ട് ഉപേക്ഷിക്കണ. അതുപോലത്തെ ഒരു നീചമായിട്ടുള്ള അമ്മയാ നിങ്ങള്. മോന്റെ ജീവൻ തകർത്ത അമ്മ. നിങ്ങളൊന്നും അമ്മ എന്ന് വിളിക്കാൻ പാടില്ല. നിങ്ങൾ ഡോക്ടർ എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കണം. അപ്പോഴേക്ക് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. എന്താ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോഴോ, ഞാനും എന്റെ അമ്മയാണ്. ഓഹോ, നിങ്ങളാണല്ലോ ഇയാളുടെ അമ്മ. അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിൽ ചോദിക്കുമ്പോ, അല്ല നിങ്ങളാണ് മോനെ ഈ അവസ്ഥയിലാക്കിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പ്ലീസ് നിങ്ങൾ ഇവിടുന്ന് പോ. മാധവന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോ മനസ്സിനി അവിടെ പോവാട്ടോ. മാധവ് പറഞ്ഞു, ഡോക്ടർ എനിക്ക് തല വെട്ടിപ്പൊളയാ, എനിക്ക് രണ്ട് പെഗ് തരാവോ? ഡോക്ടർ പറയണ്ട്, മാധവിന് അങ്ങനെ വലിയ അഡിക്ഷനൊന്നും കാര്യങ്ങളൊന്നും മദ്യത്തിലില്ല. മാധവ് ഒന്ന് ആലോചിച്ച് നോക്കും. മാധവ് വിചാരിച്ചത് മാറ്റാവുന്നേ ഉള്ളൂ. ഞാനൊരു ടാബ്ലറ്റ് തരാം, അത് കഴിച്ചാൽ മാധവ് ഓക്കെ ആവും. ഇപ്പത്തെ മാനസിക പ്രശ്നമൊക്കെ മാറും. പിന്നെ മാധവിന് ഇപ്പൊ കൂടെ ഒരു ഭാര്യയില്ലേ, ആ പെൺകുട്ടിയുടെ ജീവിതം മാധവ് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് മാധവ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വാ, ഞാൻ തരുന്ന മരുന്ന് കഴിക്കുക, എനിക്ക് മരുന്ന് വേണ്ട, അത് കഴിച്ചാൽ വായ പുകയും. അതൊക്കെ മാധവിന്റെ തോന്നലാണ്. മാധവിന് എല്ലാം ഓക്കെ ആവും. പഴയ പോലെ മാധവ് നല്ല ചുറുചുറുക്കോടെ ഈ പടി ഇറങ്ങിപ്പോണത് എനിക്ക് കാണാൻ പറ്റും. മാധവ് മരുന്ന് കഴിക്കുക, നല്ല കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കാണ്. മാധവ് അത് കഴിക്കുന്നുണ്ട്. ശേഷം കിടന്നുറങ്ങാണ്. പിന്നീട് അത്രയും ഭാഗ്യം ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ആദി ചിപ്പെടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ സുമി ആന്റിനെ കാണാനില്ല, ആകാശങ്ങൾ എന്തോ സാധനം പുഴയരികിൽ കൊണ്ട് ഉപേക്ഷിച്ചു എന്നൊക്കെ പറയണം. അതിനുശേഷം നമ്മുടെ ആരോ ഒരാള് സുമിയുടെ ഡെഡ് ബോഡി ഇങ്ങനെ മുഖം തുണി മാറ്റി ഇങ്ങനെ നോക്കുമ്പോ സുമി ഇങ്ങനെ ശവമായിട്ട് കിടക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത മഞ്ജു പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹേഷിനോട് പറയുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.